തമിഴ്നാട് സ്റ്റേറ്റ് എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തിരുനെൽവേലി ആര്യങ്കാവ് ബസ് സർവീസുകൾക്ക് തുടക്കമായി. ആര്യങ്കാവ് ആറോ ജംഗ്ഷനിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും തമിഴ്നാട് ഗതാഗത മന്ത്രി എസ് ശിവശങ്കറും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. അന്തർ സംസ്ഥാന പെർമിറ്റ് വ്യവസ്ഥകൾക്കനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് അതിർത്തി കടന്ന് 5 കിലോമീറ്റർ വരെ എത്താം. ഇത്തരത്തിൽ സർവീസ് നടത്തിയാൽ യാത്രക്കാർക്ക് ആര്യങ്കാവ് മുതൽ പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര ഭാഗങ്ങളിലേക്ക് കണക്ഷൻ ബസ്സുകൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ തന്നെ ലഭിക്കും. ഇത് അന്തർ സംസ്ഥാന യാത്രക്കാർക്ക് ഏറെ സഹായകരമാകും. നാട്ടിലൊരു ചെറിയ ഉത്സവമായി മാറിയിരിക്കുകയാണ് ഈ ചടങ്ങ്. 2008 ഏപ്രിൽ മാസം 1-ാം തീയതി ഞാൻ പത്തനാപുരത്തിന്റെ MLA എന്ന നിലയിൽ ആര്യങ്കാവിന്റെ MLA കൂടി ആയിരിക്കുന്ന സമയത്താണ് ആര്യങ്കാവ് ബസ് ടെർമിനൽ എന്ന സ്വപ്നം നമ്മൾ നടപ്പിലാക്കുന്നത്. പക്ഷെ അതങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആര്യങ്കാവിനും പുനലൂരിനും ഇടയ്ക്ക് നമ്മുടെ വാഹനങ്ങൾ കൂടി ലാഭകരമാകാൻ കഴിയും എന്ന പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് തുടങ്ങുമ്പോൾ ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നില്ല. അതിനു മുമ്പ് ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നു. പക്ഷെ അന്ന് ഞാൻ അതിനുശേഷം വന്ന എല്ലാ മന്ത്രിമാരോടും 2011 മുതൽ ഞാൻ ആര്യങ്കാവിന്റെ MLA അല്ലാതായി മാറിയതിനു ശേഷം ഞാൻ ആവശ്യപ്പെടുന്ന ഒരു റിക്വസ്റ്റ് ആയിരുന്നു, തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട് ആര്യങ്കാവിലേക്ക് ബസ്സുകൾ കയറി വരാൻ, ഇവിടെ നിന്ന് ആര്യങ്കാവ് മുതൽ പുനലൂര്, പത്തനാപുരം, കൊട്ടാരക്കര ഈ ഭാഗങ്ങളിലേക്കെല്ലാം കണക്റ്റിംഗ് ബസ്സുകൾ തുടങ്ങണമെന്നും പലപ്പോഴും ആവശ്യപ്പെട്ടെങ്കിലും അത് ആരും ചെവിക്കൊണ്ടില്ല. കഴിഞ്ഞ 1 വർഷം മുമ്പ് ഞാൻ വീണ്ടും ട്രാൻസ്പോർട്ട് മന്ത്രിയായി വന്നപ്പോൾ ആദ്യം മുന്നോട്ട് വെച്ചൊരു ആശയം ആര്യങ്കാവ് ബസ് ടെർമിനലിന്റെ നവീകരണത്തിന് വേണ്ടി ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ വരുന്ന വാഹനങ്ങൾക്ക് അന്തർ സംസ്ഥാന പെർമിറ്റിന്റെ വ്യവസ്ഥ അനുസരിച്ച് തമിഴ്നാടിലെ വാഹനങ്ങൾക്ക് അതിർത്തി കടന്ന് 5 കിലോമീറ്റർ നമ്മുടെ ഉള്ളിലേക്ക് വരാം. പെർമിറ്റിന്റെ ആവശ്യമില്ല. നമുക്കും അതിർത്തി കഴിഞ്ഞ് കോട്ടവാസൽ മുതൽ 5 കിലോമീറ്റർ കടന്ന് അങ്ങോട്ട് പോകാം. പക്ഷെ നമ്മുടെ വണ്ടി 5 കിലോമീറ്റർ കടന്നു പോയാൽ എവിടെയും എത്തില്ല. പക്ഷേ തമിഴ്നാട് വണ്ടി കടന്നു വന്നു കഴിഞ്ഞാൽ ഈ 5 കിലോമീറ്റർ അകത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇനി പാലരുവി വരെ വരാൻ കഴിയും. അപ്പൊ നമുക്ക് ആ ഉള്ളിലേക്ക് വരുന്നതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ യാത്രക്കാർക്ക് നേരിട്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വണ്ടിയിൽ തന്നെ കയറി ഇവിടെ ഇറങ്ങാനും. ആര്യങ്കാവ് ബസ് ഡിപ്പോ നവീകരണവുമായി ബന്ധപ്പെട്ട് MLA ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ PS സുബാൽ MLA പ്രഖ്യാപിച്ച നടപടികളും ആരംഭിച്ചു. ഈ ബസ് സർവീസ് ആവശ്യത്തിന് അടിയന്തര പരിഗണന നൽകിയാണ് തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രി എസ് ശിവശങ്കർ അനുമതി ലഭ്യമാക്കിയതെന്നും മന്ത്രി അറിയിച്ചു. കേരളവും തമിഴ്നാടും തമ്മിൽ വർഷങ്ങളായി സാഹോദര്യ ബന്ധമാണ് നിലനിൽക്കുന്നതെന്നും കേരളത്തിലെ വികസനങ്ങൾക്ക് എല്ലാവിധ പിന്തുണ നൽകി സഹകരിക്കുമെന്നും തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രി എസ് ശിവശങ്കർ പറഞ്ഞു. നമ്മുടെ മാண்புமிகு தமிழ்நாடு முதலமைச்சர் அவர்கள் சமீபத்தில் வைக்கத்திற்கு வந்து தந்தை பெரியார் அவர்கள் அங்கே அந்த ஆலயம் இருக்கின்ற தெருவிலே பொதுமக்கள் நுழைவதற்கான போராட்டத்தினை முன்னெடுத்து வெற்றி பெற்ற அந்த 100ஆண்டு விழாவை கேரள மாநில முதல்வர் மாண்புமிகு பினராயி விஜயன் அவர்களோடு இணைந்து പുതുപ്പിക്കപ്പെട്ടിരിക്കുന്ന ആര്യങ്കാവ് തെങ്കാശി തിരുനെൽവേലി ഓർഡിനറി ലിങ്ക് സർവീസിനാണ് തുടക്കമായത്. യാത്രക്കാർക്ക് കണക്ടിവിറ്റി സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് സർവീസ് പ്രയോജനകരമാകും. പരിപാടിയിൽ PS സുബാൽ MLA അധ്യക്ഷനായിരുന്നു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ തോമസ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ K അനിൽകുമാർ, തിരുനെൽവേലി TNSS TC മാനേജിംഗ് ഡയറക്ടർ K ദശരഥൻ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ ലേഖ ഗോപാലകൃഷ്ണൻ, KSRTC ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ GP പ്രദീപ് കുമാർ, തിരുനെൽവേലി TNSTC കൊമേഴ്ഷ്യൽ ഡെപ്യൂട്ടി മാനേജർ M സുബ്രഹ്മണ്യൻ, KSRTC സൗത്ത് സോൺ CTO റോയ് ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.